പ്രൈസ് ലോർഡ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ സ്റ്റഡി നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാൻ പറ്റുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഓരോരോ വർക്കുകൾ ഉണ്ടാവും, ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ബൈബിൾ പഠിക്കാൻ വേണ്ടിയുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തും അല്ലേ. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ബൈബിളിലും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് എ പ്രയർ എന്നുള്ളതാണ്. ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്ക ആളും ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് തോന്നാം, പക്ഷെ അത് അങ്ങനെയല്ല. കാരണം നമ്മൾ പഠിക്കാനിരിക്കുന്നത് എന്താ, ബൈബിളാണല്ലേ. ബൈബിൾ എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. അപ്പം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു വലിയൊരു സ്റ്റെപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് നമ്മൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നോ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ജസ്റ്റ് ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതായത് ദൈവമേ എനിക്ക് ബൈബിൾ പഠിക്കണം എന്നുണ്ട്, ദൈവമേ ഞങ്ങൾ ഇന്നും ബൈബിൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കർത്താവേ ഇതൊന്നും ശരിക്കും പഠിക്കാൻ തക്കണമുള്ള ഒരു കൃപ തരണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം ഒരിക്കലും അവിടെ നോ പറയില്ല. കാരണം ദൈവത്തിന് ഇഷ്ടമാണ് നിങ്ങൾ ബൈബിൾ പഠിക്കാൻ വരുന്നതും ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നതും ഒക്കെ. അപ്പം ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായ സമയത്ത് ആൻസർ ചെയ്യൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നിങ്ങൾ തുടങ്ങാവൂ. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ സ്റ്റഡിക്കായിട്ട് വന്നിരിക്കുമ്പം ഒരു ബുക്ക്, അതായത് ഒരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഏതെങ്കിലും ബുക്ക് ആയാലും മതി, അല്ലെങ്കിൽ ഡയറി ഇരിപ്പുണ്ടെങ്കിൽ ഡയറി ആക്കാം. അപ്പം ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്ക് ഡയറി ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പം ഒരു ഡയറി എടുത്ത് വെച്ചിട്ട് ബൈബിൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അത് ഡയറി സൈഡിൽ വെക്കാം. എന്നിട്ട് അത് വായിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് എന്താ മനസ്സിലായി, ഒരു ജസ്റ്റ് ഒരു സമ്മറി, ഒരു സ്റ്റോറി ആയിക്കോട്ടെ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് എഴുതണം എല്ലാ ദിവസവും. അങ്ങനെ ഒരു കമ്പൽസറി ആയിട്ട് വെക്കുക. അതായത് എന്തെങ്കിലും ഇന്ന് വായിച്ചതിനകത്തുനിന്ന് പോയിന്റ്സ് ആയിട്ട് ഡയറിയിൽ എഴുതണം. അപ്പം ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിലും അത് പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക. എന്തിനും വേണമല്ലോ എഴുതാൻ. ദൈവമേ എന്താണ് ഇതിനകത്തുനിന്ന് ശരിക്കും ഈ മെസ്സേജ് എന്താണെന്ന് ദൈവത്തോട് ചോദിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ തുടങ്ങും. നമ്മൾ കുറേ എഴുതും, ഒരു സെൻറ്റൻസ് ഒന്നുമല്ല, നമ്മൾ എഴുതി തുടങ്ങും. നല്ലപോലെ എഴുതി കഴിഞ്ഞിട്ട് ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ഒന്നുകൂടി വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ശരിക്കും നമ്മൾ ഇത് ഞാനാണോ എഴുതിയെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം എനിക്കത് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പതുക്കെ നമ്മൾ ഓരോ ദിവസം ഒരു സെന്റൻസ് 2 സെന്റൻസ് എന്നൊക്കെ വെച്ച് തുടങ്ങിയാലും പതുക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചെറിയൊരു പോർഷൻ ആണെങ്കിലും മതി. ഞാൻ അതാ പറയുന്നത്, ബൈബിൾ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ മൊത്തം ഒരു ദിവസം പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാനും അങ്ങനെയല്ല ഇപ്പം ചെയ്യുന്നത്. നമ്മൾ ചെറിയ പോർഷനായിട്ട് മതി. റിയലിസ്റ്റിക് ആയിട്ട് പോർഷൻസ് സെലക്ട് ചെയ്യുക. അതായത് നമ്മളെ ബൈബിൾ മൊത്തം ഒരു മാസം കൊണ്ട് വായിച്ചു തീർത്തുന്നോ ഒരു വർഷം കൊണ്ട് വായിച്ചു തീർത്തുന്നോ എന്ന് പറയുന്നതിനകത്തല്ല കാര്യം, പക്ഷെ അത് എത്രമാത്രം നമുക്ക് ശരിക്കും മനസ്സിലായതിനകത്തുള്ള കാര്യം. അപ്പോൾ നമ്മൾ മൊത്തം പഠിച്ചെടുത്തില്ലെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തതുപോലെ ഉള്ള ഒരു സംഭവമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൈബിൾ മൊത്തം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും നമുക്കതിനകത്ത് കാത്തിരിക്കുന്ന ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും. അപ്പം ബൈബിൾ എന്ന് പറയുന്നത് എന്തോ, ബൈബിളിനകത്ത് തന്നെ ഒരു 66 ബുക്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 66 ബുക്സിനകത്ത് നമ്മൾ എവിടുന്നാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്? അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് പഠിച്ചിട്ട് കുറച്ച് നാൾ ഗ്യാപ്പ് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ബൈബിൾ തിരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും പറ്റുന്നതാണ് 66 ബുക്സിൽ നിന്ന് എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം യേശു ലോകത്തിലോട്ട് വരുന്നതിന് മുമ്പും, ന്യൂ ടെസ്റ്റ്മെന്റ് യേശു ലോകത്തിലേക്ക് വന്നതിന് ശേഷമുള്ളതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങാനാണ്. അതായത് ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് ശരിക്കും മനസ്സിലായി കഴിയുമ്പം കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ആദ്യം പഠിക്കാനെടുക്കുക. അപ്പം ന്യൂ ടെസ്റ്റ്മെന്റിൽ തന്നെ നോക്കുമ്പോൾ 27 ബുക്സ് ഉണ്ട്. അവിടെ നിന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് ജോണിന്ന് തുടങ്ങുക. ജോണിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സിമ്പിളായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാം ഗോസ്പൽസും എല്ലാ ബുക്കുകളായിക്കോട്ടെ ഈക്വലി ഇമ്പോർട്ടൻ്റ്. എന്നാൽ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഞാൻ പറയാം ജോൺ വായിച്ചു തുടങ്ങും. ജോൺ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം, അതായത് നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്യു ഉണ്ട്, ലൂക്ക് ഉണ്ട്. ഇത് 4 ഗോസ്പൽസ് ആണുള്ളത്. എന്തൊക്കെയാ? മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ. അപ്പം ജോൺ നമ്മൾ ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് മാത്യു അല്ലെങ്കിൽ ലൂക്ക്. മാത്യു അല്ലെങ്കിൽ ലൂക്ക് ഏകദേശം കുറേ സിമിലർ കാര്യങ്ങൾ പറയുന്ന ഒരു ബുക്സാണ്. അപ്പം ഇതിനകത്ത് ഏതിൽ ഒരെണ്ണം ആദ്യം വായിക്കാം. അപ്പം മാത്യു ആയിക്കോട്ടെ ലൂക്ക് ആയിക്കോട്ടെ, അത് നിങ്ങൾക്കിപ്പം ദൈവം തോന്നിപ്പിക്കുന്ന പോലെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വായിക്കാം. അപ്പം ജോൺ വായിക്കുക, എന്നിട്ട് മാത്യു ഓർ ലൂക്ക് വായിക്കാം. അപ്പം അത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റോമൻസിലോട്ട് പോകാം.
ഗോസ്പൽസ് ആണ് തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് റോമൻസ് വായിക്കുക. അപ്പോൾ റോമൻസ് വായിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ബൈബിൾ പഠിക്കുമ്പം സാധാരണയായിട്ട് നമുക്ക് മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതായത് ഒരുപാട് കാര്യങ്ങൾ, അത് അങ്ങനെയാണോ, നമ്മൾ ചിന്തിക്കുന്ന കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് ബിലീവേഴ്സിനോട് പോൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ റോമൻസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ റോമൻസ് അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും. അതുകൊണ്ട് ആദ്യം ജോൺ, പിന്നീട് മാത്യു അല്ലെങ്കിൽ ലൂക്ക്, അതിനുശേഷം റോമൻസ് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഗോസ്പൽസിലോട്ട് തിരിച്ചു വരാം. അതായത് നിങ്ങളിപ്പോൾ മാത്യു ആണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ലൂക്ക് വായിക്കാം, എന്നിട്ട് മാർക്ക് പഠിക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വായിച്ചതിനൊക്കെ ഒരു സമ്മറി ആവും, നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അത് കൃത്യമായി ഏത് പഠിക്കണം എന്നൊരു ആഗ്രഹം വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റും. അപ്പം ഇപ്പം പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാവാൻ പോകുന്ന ഒരു ടിപ്പാണ്. അതായത് നമ്മൾ ബൈബിൾ വായിക്കുമ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചിട്ട് ശരിക്കും ഇതെന്താ ഇവിടെ പറയാൻ കാരണം, ഇതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ ചില വേർഡ്സ് ആയിരിക്കും, വേർഡ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കി അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്, നമുക്ക് വേർഡ്സിന്റെ മീനിങ് മനസ്സിലാവും, നമുക്ക് ആ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, ബൈബിൾ സ്റ്റഡിക്ക് പോർഷൻസ് പഠിക്കാൻ എടുക്കുന്ന സമയത്ത് ഞാൻ പല പല വേർഷൻസ് റെഫർ ചെയ്യും. അതായത് ഞാനിപ്പം ഗുഡ് ന്യൂസ് ബൈബിളാണ് ഞാൻ പഠിക്കുമ്പോൾ എടുക്കാറ്. ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ ബൈബിൾ പണ്ടേ ഉള്ളത്. അപ്പം ഞാൻ ആ ബൈബിളിലാണ് പഠിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ വേറെ 2-3 വേർഷൻസ് കൂടി റെഫർ ചെയ്യും. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, അപ്പോൾ എത്ര വേർഷൻ ബൈബിൾ വീട്ടിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇതെല്ലാം കൂടി നമുക്ക് മേടിക്കാൻ പറ്റണമെന്നില്ല. എല്ലാം കൂടി നമ്മൾ മേടിച്ചാലും എല്ലാം റെഫർ ചെയ്ത് പഠിക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല. നമ്മൾ ഇത്രയും ബിസി ആയിട്ടുള്ള സമയത്തൊന്നും നടക്കത്തില്ല. അപ്പം ഇതിനകത്ത് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ ഇത്രയും വേർഷൻസ് റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊരു രീതിയിൽ ഒരു പ്രൊമോഷൻ അല്ല, എനിക്ക് യൂസ്ഫുൾ ആണെന്നൊരു തോന്നിയ ഒരു ആപ്പാണ്. ഈ ആപ്പ് ഒരുപാട് ആൾക്കാർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കാണുന്നവരും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊന്നുകൂടെ കാണിച്ചു തരാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഹോം സ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ബൈബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വേർഷൻസ് ചൂസ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പം വേർഷൻസ് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വേർഷൻസ്, അതായത് ഒരുമാതിരി എല്ലാ വേർഷൻസും അതിനകത്തുണ്ട്. അപ്പം ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജോണിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആ ഒരു ഓർഡറൊക്കെ നിങ്ങൾ പാലിച്ച് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ പാഷൻ ട്രാൻസ്ലേഷൻ TPT എന്ന് പറയുന്ന പാഷൻ ട്രാൻസ്ലേഷൻ റെഫർ ചെയ്യുമെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും. കാരണം കുറേ മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിലാണ് അത് എഴുതിയേക്കുന്നത്. അപ്പം TPT എന്നാണ് നമുക്ക് അവിടെ ഐക്കൺ കാണാൻ സാധിക്കുക. നിങ്ങൾ പാഷൻ ട്രാൻസ്ലേഷൻ അടിച്ചാൽ അത് വരും. അപ്പം അതിനനുസരിച്ച് പാഷൻ ട്രാൻസ്ലേഷൻ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. അതേ പക്ഷേ ഒരു ബിഗിനർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. എന്നാൽ കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പല വേർഷൻസ് റെഫർ ചെയ്യാം. പല വേർഷൻസ് റെഫർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ TPT ശ്രദ്ധിച്ചത്. അപ്പം എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാഷൻ ട്രാൻസ്ലേഷൻ ഉണ്ട്, വേറെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ട്രാൻസ്ലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ഇതിനകത്തൊക്കെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിടാൻ സാധിക്കും. ഈ ട്രാൻസ്ലേഷൻസ് കുറേ യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ബൈബിൾസ് ഡിഫറെൻ്റ് ആയി പോകുന്നൊരു കൺഫ്യൂഷൻ കുറേ പേര് ഇങ്ങനെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ എവിടെയൊക്കെ ചോദിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം കുറേ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റഡ് ആയ ഒരു ബൈബിളിൽ നിന്നല്ല, മിക്കവാറും ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. അപ്പം ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പിയിൽ നിന്നാണ് വേറൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ട്രാൻസ്ലേഷനും ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട് മാച്ചിങ് ആയിട്ട് രീതിയിലാണ്. അപ്പോൾ ഏത് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഗുഡ് ന്യൂസ് റെഫർ ചെയ്യാം. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഉണ്ട്. പിന്നെ NIV ഉണ്ട്, അങ്ങനെ കുറേ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാം. മറ്റേത് റെഫർ ചെയ്യണം കേട്ടോ, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ 2-3 ട്രാൻസ്ലേഷൻസ് റെഫർ ചെയ്യുമ്പം നമുക്ക് ഫുൾ ഐഡിയ ആ ഒരു പാസേജ് കൺവേ ആവാൻ വേണ്ടി ഇരുന്ന ഫുൾ ഐഡിയ മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും നമ്മുടെ ടിപ്സൊക്കെ കേട്ടിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവുക, ഞാൻ ഇൻട്രസ്റ്റിംഗ് എന്നല്ല ടോപ്പിക്ക് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം.
അതായത് നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് നിങ്ങൾ ചെയ്യാതെ പറയില്ല, അത് നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം നമുക്ക് ബൈബിൾ കൂടുതലും മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പിന്നെയും അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നും. അങ്ങനെ നമ്മൾ പിന്നെ ഇൻട്രസ്റ്റഡ് ആവും ബൈബിൾ പഠിക്കാനൊക്കെ. അപ്പം ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പോൾ രാവിലെ ആണോ വൈകിട്ടാണോ പഠിക്കേണ്ടേ അങ്ങനെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക രാവിലെയാണ്. പക്ഷെ രാവിലെ തീരെ പറ്റാത്തവർക്കാണെങ്കിൽ നൈറ്റ് ആണെങ്കിലും മതി. പക്ഷെ എപ്പോഴാണെങ്കിലും ഇച്ചിരി നേരം ദൈവത്തിന് കൂടെ ഇരിക്കണം. കാരണം 24 മണിക്കൂർ കിട്ടുന്നതല്ലേ. അപ്പോൾ അതിനകത്ത് ഇച്ചിരി നേരം ദൈവത്തിന് കൂടെ തന്നെ ഇരിക്കണം. കാരണം ഞാൻ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇച്ചിരി പീസ്ഫുൾ ആയിട്ടിരുന്ന് ടേബിളിന് മുമ്പിലായിക്കോട്ടെ എവിടെയെങ്കിലും നമ്മളൊന്ന് ശരിക്കും ശാന്തമായി ഇരുന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ കളയില്ല. കാരണം ഇപ്പം നമുക്ക് ഈ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യം വന്നാലും നമുക്ക് മുമ്പോട്ട് നയിക്കുന്ന ശക്തിയായി മാറുന്ന വചനങ്ങളാണ്. ഈ വചനം പഠിച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഒരു മണിക്കൂർ ഒരു ദിവസം ബൈബിൾ സ്റ്റഡിക്ക് എടുത്തെന്നും വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങളുടെ ആ ദിവസത്തെ ഏറ്റവും മനോഹരമായി നിങ്ങൾ ഉപയോഗിച്ച ടൈമാണ് ആ 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ഒട്ടും അതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ പിന്നെ ക്ലോക്ക് നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ 1 മണിക്കൂർ കൂടുതലൊക്കെ ആയി എന്ന് അറിയുന്നത് അപ്പോഴാണ്. പക്ഷേ എന്നാലും നമുക്ക് ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ല ആ ടൈം. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടുന്ന സമയമാണ് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം 100 സബ്സ്ക്രൈബേഴ്സ് ഫുൾഫിൽ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്കറിയാവുന്ന വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ബൈബിൾ പഠിക്കണമെന്നൊരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുന്നതിലൂടെ അവർക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ല. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനത് വേറൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാം തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി.